Hi everyone. Today we are going to study about arrays. Array എന്ന് പറയുന്നത് നമ്മൾ പ്രീവിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഇപ്പം കുറച്ച് ഡാറ്റ ടൈപ്സ് ആണെങ്കിലും ഫ്ലോട്ട്, ഇൻറ്റീജർ അങ്ങനെയൊക്കെ കുറെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ array എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡാറ്റ സ്ട്രക്ചർ. It is basically a collection of items stored in contiguous memory locations. നമുക്ക് ഒരേപോലത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് at a ടൈമിൽ ഒരു സ്ട്രക്ചറിൽ സേവ് ചെയ്യാം, ബട്ട് ദേ ടേക്സ് കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസ്. സോ ഇങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ എലമെന്റ്സ് ആ ഒരു അറേസിൽ ഇൻസേർട്ട് ചെയ്യുമ്പം നമുക്ക് റാൻഡംലി വി ക്യാൻ കളക്ട് ദ എലമെന്റ്സ് യൂസിങ് ദ ഇൻഡെക്സ് ഓഫ് എൻ അറേ. ഇൻഡെക്സിന് ഇൻഡീസസ് എന്നാണ് പറയുന്നത്. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ എണ്ണം എടുക്കുമ്പം ഇൻഡീസസ് എന്ന് പറയുമ്പോൾ മോർ ദാൻ എത്രയാണ് എടുക്കുന്നത് അതനുസരിച്ച്. So basically they are used to store the similar types of elements in the data type must be in the same as for all the elements. So you can see one array here. ഈ arrayയുടെ index ആണ് starting from 0 to 8. So 0 എന്ന് തുടങ്ങുന്നതുകൊണ്ട് തന്നെ 8 വരെ ഉള്ളത് കൊണ്ട് തന്നെ the array length will be 9 because it is starting from 0 and the first index is 0 and the last index is 8. So ഇതിനെയാണ് array indices എന്ന് പറയുന്നത്. Index, actually it is a index. So ഓരോ ഇൻഡെക്സിലും ഈ കാണുന്ന സ്ട്രക്ചർ ആണ് array. Array is divided into of length 9. അതിലെ ഓരോ എലമെന്റ്സും you can store in that index. So ഈ arrayയുടെ പേര് array എന്നാണെങ്കിൽ you can have array of 0 is 40, array of 1 is 55, array of 2 is 63 and array of 8 is 89. അങ്ങനെ ഓരോ ഇൻഡെക്സ് വെച്ചിട്ട് you can refer the elements in that particular array. How we can declare an array? Array declare ചെയ്യുന്നത് array ഏത് ടൈപ്പ് ആണ് നമ്മൾ ആദ്യം അറിയണം. Integer array ആയിരിക്കാം, floating point array ആയിരിക്കാം, character array ആയിരിക്കാം. So first we should specify the type of the elements and the number of elements that the array should require. Number of elements എന്ന് പറയുന്നത് ഇപ്പം array of 50 ആണെങ്കിൽ you can have the index from 0 to 49. So index എപ്പോഴും array index start ചെയ്യുന്നത് 0 എന്നാണ്. So this is how you declare an array. You have a data type, the array name and the size of an array. So example is double balance of 10. So here double is the data type, balance is the array name and 10 is the size of the array, and the array index starts from 0 to 9. Here you can see the array size must be an integer constant greater than 0 and data type can be any valid C++ data type. So അങ്ങനെയാണ് array നമ്മൾ declare ചെയ്യാൻ പോകുന്നത്. Next we can see what is the need of an array. So നമുക്ക് കുറച്ച് വാല്യൂസ് മാത്രം സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ നോർമൽ ആയിട്ടുള്ള വേരിയബിൾസ് യൂസ് ചെയ്യാറുണ്ട്, ഇൻറ്റ് എ ഇൻറ്റ് ബി അങ്ങനെയൊക്കെ. ഇനി നമുക്ക് കുറേ ലാർജ് നമ്പർ ഓഫ് വാല്യൂസ് സ്റ്റോർ ചെയ്യണം. പക്ഷെ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു സിംഗിൾ വേരിയബിൾസിനെ മാത്രം നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. So basically the idea of an array is to represent many values which comes under the same type in one variable. അപ്പം array എന്ന് പറയുമ്പോൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിൽ arrayയുടെ സൈസും കൂടി നമ്മൾ സ്പെസിഫൈ ചെയ്യുമ്പം അത്രയും വാല്യൂസ് നമുക്ക് ആ അറേയിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ യൂസേജ് ഓഫ് ദ അറേ. നെക്സ്റ്റ് വി ഹാവ് how to initialize array, that is initializing array. Here you can see double balance of 5 and some values are initialized like 1000, 2.0, 3.5 etc. So they are double values, അതുകൊണ്ടാണ് പോയിന്റ് വന്നിരിക്കുന്നത്. So you have double balance of 5 എന്ന് പറയുമ്പം starting from 0 to 4 ഇത്രയും കാര്യങ്ങൾ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ടാവും. So you have balance of 0 is equal to 1000, balance of 1 is equal to 2 അങ്ങനെ. ഇനി at the same time we are not mentioning the size of the array. അപ്പോഴും ഇങ്ങനെ തന്നെയാണ് array ഇനീഷ്യലൈസ് ചെയ്യുന്നത്. 0, 1, 2, 3, 4 വരെ ഉണ്ടാവും. കാരണം 5 എലമെൻറ്റ്സ് ആണുള്ളത്. സോ 0 to 4. നെക്സ്റ്റ് വെൻ യു ആർ ഡിക്ലെയറിങ് ബാലൻസ് ഓഫ് 4 is equal to 50, അതായത് ഇത്രയും കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്തിട്ട് ബാലൻസ് ഓഫ് 4ന് 50 എന്നാണ് കൊടുക്കുമ്പം ഈ ബാക്കി 0, 1, 2, 3 പൊസിഷൻസിലൊന്നും ഉണ്ടാവില്ല. ആ ബാലൻസ് ഓഫ് 4ൽ മാത്രം
50 പറഞ്ഞ് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഇസ് ഹൗ യു ക്യാൻ ഇനീഷ്യലൈസ് ആൻ അറേ. നൗ ഹൗ ക്യാൻ വി ആക്സസ് അറേ എലമെൻറ്റ്സ്? സോ ഓരോ എലമെൻറ്റ്സ് നമുക്ക് ആക്സസ് ചെയ്യുമ്പോഴും നമ്മൾ ഇൻഡെക്സ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ഇറ്റ് ഈസ് ആക്സസ്ഡ് ബൈ ഇൻഡെക്സിങ് ദ അറേ നെയിം. സോ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ഇൻഡെക്സ് കറക്റ്റായിട്ട് ഏത് എലമെൻറ്റിൻ്റെ അവിടെയാണ് വരുന്നത് അത് നമുക്ക് പ്ലേസ് ചെയ്യാം. സോ ഹിയർ യു ക്യാൻ സീ ഡബിൾ സാലറി ഈക്വൽ ടു ബാലൻസ് ഓഫ് 3. സോ ബാലൻസ് എന്ന് പറഞ്ഞ അറേയിലെ 3 എന്ന് പറഞ്ഞ ഇൻഡെക്സിലെ എത്രയാണുള്ള വാല്യൂ, ആ വാല്യൂ ഇസ് ഇനീഷ്യലൈസ്ഡ് ടു സാലറി. So this is how you can access array elements. So it takes the third element from the array and assign the value to the salary variable. Next you can find what is two-dimensional array. Two-dimensional array എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു ടേബിൾ പോലെ നിങ്ങൾക്ക് തിങ്ക് ചെയ്യാം. ഇറ്റ് ഹാസ് റോസ് ആൻഡ് കോളം, ദാറ്റ് ഇസ് എക്സ് നമ്പർ ഓഫ് റോസ് ആൻഡ് വൈ നമ്പർ ഓഫ് കോളംസ്. സോ നമുക്ക് അത് ഡിക്ലെയർ ചെയ്യുന്നത് ഡാറ്റ ടൈപ്പ് യു ഹാവ് എൻ array name and xy, that is int a of 4 4. So 4 is a rows and 4 is a column, m by n. Like that you can represent. So usually two-dimensional array are used for matrix representation. Here you can see the type. Here the data type can be any valid C++ data type and array name can be any identifier. Identifier നിങ്ങൾ already പഠിച്ചതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ആയിട്ട് array names കൊടുക്കാം. So this is how will be an 4x4 matrix അല്ലെങ്കിൽ two-dimensional array എന്ന് പറയുമ്പോൾ you can have this much of things that can be stored under a two-dimensional array. In this point you can see that every element in array A is identified by an element name of the form A of ij, where A is the name of the array, I and j are the subscript that uniquely identifies each element of A. നോർമലി ഉള്ള പോലെ ഒരു m by n മെട്രിക്സ് ആണെങ്കിൽ യു ഹാവ് ith റോ ആൻഡ് jth കോളം, അങ്ങനെ ഓരോ എലിമെൻറ്റ്സിനെയും നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും ആ അറേ എ എന്ന് പറഞ്ഞ അറേയിൽ. സോ ദാറ്റ് ഈസ് ദിസ് റെപ്രസെൻറ്റേഷൻ ഓഫ് A of ij. Now you can initialize a two-dimensional array. If you are having int A of 3 4 എന്ന് പറയുമ്പോൾ 3 row and 4 columns എന്നുള്ള കേസ് വരുമ്പം ഫസ്റ്റ് റോ നിങ്ങൾക്ക് ഇങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യാം, 0 1 2 3, then 4 5 6 7 8 9 10 11. So this is the row that is indexed by 0, indexed by 1, indexed by 2. So ഇങ്ങനെ നിങ്ങൾക്ക് ഡിക്ലെയർ ചെയ്യാം int A of 3 4 എന്ന് പറഞ്ഞാൽ 0 2 അങ്ങനെ കൊടുക്കാം. So this is how you will be having your array, the two-dimensional array you have given with your initialized values. ഇങ്ങനെയാണ് ആ ഒരു പർട്ടിക്കുലർ array ഉണ്ടാവുന്നത്. Next, how can you access the two-dimensional array elements? നേരത്തെ നമ്മൾ ബാലൻസ് ഓഫ് 3 സാലറിയിൽ കൊടുത്ത പോലെ ഇവിടെ A of 2 3 എന്ന് പറയുമ്പം സെക്കൻഡ് റോ ആൻഡ് തേർഡ് കോളത്തിലുള്ള ആ എലിമെൻറ്റിന്, ദാറ്റ് ഇസ് ദിസ് ഇസ് ദ റോ ഇൻഡെക്സ് ആൻഡ് കോളം ഇൻഡെക്സ്, ആ എലിമെൻറ്റിന് ഇറ്റ് വിൽ ബി സ്റ്റോർഡ് ടു ദ വാല്യൂ പ്രൊവൈഡഡ് ഇറ്റ് ഈസ് ദ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പ്. So it takes the above statement will take fourth element from the third row of the array. Because it is A of 2 3 എന്ന് പറയുമ്പം റോ ഇൻഡെക്സും കോളം ഇൻഡെക്സും ആണ് ഇത് നോക്കുന്നത്, എന്നിട്ടാണ് we take the fourth element of the array. Next we have the advantages of an array and also disadvantages of an array. Advantage എന്ന് പറയുന്നത് നമുക്ക് എലിമെൻറ്റ്സ് എല്ലാം കണ്ടിന്യൂസ് ആയിട്ടാണ് സേവ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് പെട്ടെന്ന് റാൻഡംലി ആക്സസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ലൈൻസ് ഓഫ് കോഡൊക്കെ കുറവാണ്. കാരണം സിംഗിൾ അറേ നമുക്ക് മൾട്ടിപ്പിൾ എലിമെൻറ്റ്സ് വെച്ച് ചെയ്യാൻ പറ്റുമ്പോൾ ദ നമ്പർ ഓഫ് ലൈൻ ഓഫ് കോഡ് ഇസ് ലെസ് ആൻഡ് ഓൾസോ ഈസി ആക്സസൽ. പിന്നെ നമുക്ക് അറേയിൽ തന്നെ ട്രാവേഴ്സ് ചെയ്യാൻ പറ്റും. ട്രാവേഴ്സൽ മീൻസ് ജസ്റ്റ് വിസിറ്റിംഗ് ഓൾ ദ എലിമെൻറ്റ്സ് ഇൻ ദൻ അറേ using a single loop. And also you can perform sorting. Sorting എന്ന് പറയുന്നത് ascending descending ആയിട്ട് you can perform sort operation. So sorting also becomes easy because there is only requirement of less line of code. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പം നമ്മൾ ഒരിക്കൽ സൈസ് പറഞ്ഞാൽ അത് ഫിക്സഡ് നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ആണ് എടുക്കുന്നത്. സോ അറേ പോലെ തന്നെ വേറൊരു ഡാറ്റ സ്ട്രക്ചറാണ് ലിങ്ക്ഡ് ലിസ്റ്റ്. ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസ് അല്ല എടുക്കുന്നത്. അറേ ടേക്സ് എ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ. സോ ഇറ്റ് അലൗസ് എ ഫിക്സഡ് നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ടു ബി എൻറ്റേർഡ് വിച്ച് ഇസ് ഡിസൈഡഡ് അറ്റ് ദ ടൈം ഓഫ് ഡിക്ലറേഷൻ. അതുപോലെ തന്നെ ഡൈനാമിക്കും അല്ല. അറേ ഇൻ സി ഈസ് നോട്ട് ഡൈനാമിക്. നമ്മൾ പഠിക്കുന്നത് C++ലെ കാര്യങ്ങളാണ്. ഇത് സിയിൽ ഡൈനാമിസിറ്റി കൂടി പറയുന്നുണ്ട്.
Next, insertion and deletion of elements can be costly since elements are needed to be managed in accordance with the new memory location. So നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പം അതിൻ്റെ ഇടയിൽ ഓൾറെഡി ഉള്ള കണ്ടിന്യൂസ് മെമ്മറീൻ്റെ ഇടയിൽ ഒരു മെമ്മറി നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണ്. ദെൻ ഡിലീറ്റ് ചെയ്യുമ്പം ഓൾറെഡി ഉള്ളതെന്നൊന്ന് ഡിലീറ്റ് ചെയ്യണം. സോ അതൊക്കെ കുറച്ചുകൂടി കോസ്റ്റ്ലി ആണ്, കാരണം ബിക്കോസ് ദേ ആർ കണ്ടിന്യൂസ് ഇൻ മെമ്മറി. So that is the advantages and disadvantages of an array. Next we move on to multi-dimensional array. Multi-dimensional array means you have more than one dimension. It can be 2 dimension, 3 dimension. So അതിൻ്റെയൊക്കെ general form of declaration ആണിത്. You have a data type, you can give your own identifier as a array name, then you can mention the size. And also 2-dimensional ആണെങ്കിൽ int a of 10, 10 of 20. 3-dimensional ആണെങ്കിൽ int a of 10, 20, 30. സോ അതൊക്കെ നിങ്ങളുടെ ഏത് ടൈപ്പ് ഓഫ് array ആണ് നിങ്ങളുടെ യൂസേജിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മെട്രിക്സ് ആണെങ്കിലും വേറെ സിംഗിൾ ഡയമെൻഷൻ array ആണെങ്കിലും അങ്ങനെയൊക്കെ നിങ്ങളുടെ യൂസേജിന് വേണ്ടി യൂസ് ചെയ്താൽ മതി. നെക്സ്റ്റ് വി ഡീൽ വിത്ത് പോയിന്റേഴ്സ് ആൻഡ് അറേസ്. പോയിന്റർ എന്ന് പറയുന്നത് ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സ് ഹോൾഡ് ചെയ്യുന്ന ഒരു വേരിയബിളാണ് പോയിന്റർ. That is a variable that holds the address of another variable. ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. It is pointer. And you can see the second point, an integer type pointer can hold the address of an integer variable, and a character type pointer can hold the address of a character variable. So basically the pointer variables are used to store the address of another variable. So അത് declare ചെയ്യുന്നത് you can have a data type and a symbol, that is a asterisk symbol, and pointer underscore name. സോ ഇവിടെ ഇൻറ്റ് സ്റ്റാർ, നമ്മൾ സ്റ്റാർ എന്നാണ് ഇതിന് പറയുക. ആസ്റ്ററിക് സിമ്പിൾ സ്റ്റാർ, നോർമൽ സ്റ്റാർ ആണ്, മൾട്ടിപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ആ സിമ്പിളാണ്. സോ ഇൻറ്റ് സ്റ്റാർ പി, ഇങ്ങനെയാണ് ഒരു പോയിന്റർ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. സോ നമുക്ക് ഇനി സ്റ്റാർ പി എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്ത് ഇനി പോയിന്റർ എവിടെയാണ് എന്താണ് ഹോൾഡ് ചെയ്യേണ്ടതെന്ന് കാണിക്കാൻ നമുക്ക് അനദർ ഇൻറ്റീജർ വേരിയബിൾ നമുക്ക് യൂസ് ചെയ്യാം. So an integer type pointer can hold the address of another integer variable. Here you are initializing var as an integer and p equal to ampersand of var. So അതായത് var ഉള്ള സ്ഥലത്തിൻ്റെ അഡ്രസ്സാണ് ഈ p എന്ന് പറഞ്ഞ പോയിന്റർ സ്റ്റോർ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് സ്റ്റാർ പി. സ്റ്റാർ പി എന്ന് അത് ഡിക്ലെയർ ചെയ്യുമ്പം സ്റ്റാർ പി ഒരു പോയിന്റർ ആവുകയാണ്. ദെൻ യു ആർ ഇനീഷ്യലൈസിങ് p ഈസ് ഈക്വൽ ടു ആംപർസെൻറ്റ് ഓഫ് var. അപ്പോൾ വേരിയബിളിൻ്റെ വാല്യൂ എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ അഡ്രസ്സാണ് ഈ പി എന്ന് പറഞ്ഞ പോയിന്റർ ഹോൾഡ് ചെയ്യുന്നത്. സിമ്പിൾ, അത്രയേ ഉള്ളൂ. പോയിന്റർ എന്ന് പറയുന്നത് ഇറ്റ് ഹോൾഡ്സ് ദ അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. അഡ്രസ്സ് മാത്രമാണ് പോയിന്റേഴ്സ് വെച്ച് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഹിയർ ഓൾസോ സി യു ക്യാൻ ഹാവ് എൻ എക്സാമ്പിൾ, ദാറ്റ് ഈസ് ഇൻറ്റ് സ്റ്റാർ പി കൊമ വാർ ഇക്വൽ ടു 101 എന്ന് പറഞ്ഞ് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. സോ പി ഹോൾഡ്സ് ദി അഡ്രസ് ഓഫ് ദ വാർ. സോ വാല്യൂ ഓഫ് വാർ വിൽ ബി സ്റ്റാർ പി. സോ സ്റ്റാർ പി എന്താ തരാ, ആ സമയത്ത് വാറിലുള്ള അഡ്രസ്സിലെ വാല്യൂ. സോ എന്താണ് ആ അഡ്രസ്സിൽ എന്ത് വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുള്ളത്, 101. സോ ഇറ്റ് വിൽ ഗിവ്സ് ദ വാല്യൂ 101. സ്റ്റാർ പി എന്ന് പറഞ്ഞ പോയിന്റർ ആ ഒരു ലൊക്കേഷനിലോട്ടേക്കാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. സോ അവിടെ എന്താണ് വാറിൻ്റെ വാല്യൂ, ഇറ്റ് ഈസ് 101. അതുകൊണ്ടാണ് ഇറ്റ് ഗിവ്സ് ദ റിസൾട്ട് ആസ് 101. നെക്സ്റ്റ് ഹൗ യു ക്യാൻ യൂസ് പോയിന്റർ വിത്ത് array. ഇവിടെ ഇൻറ്റ് സ്റ്റാർ പോയിന്റർ കൊടുത്തിട്ടുണ്ട്. യു ആർ ഓൾസോ ഹാവിങ് an array with 5 elements. Then you are initializing the pointer to that array A. So first of all this pointer will points to the first elements in the above example. അതുപോലെ തന്നെ പോയിന്റർ പ്ലസ് 1 എന്ന് പറയുന്നത് നെക്സ്റ്റ് എലമെൻറ്റ്. അങ്ങനെ ഓരോന്നിനും അത് പോയിന്റ് ചെയ്യും. കാരണം നിങ്ങൾ പോയിന്റർ എന്ന് എ എന്ന് പറഞ്ഞ അറയിലോട്ടേക്കാണ് ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. സോ ദ പോയിന്റർ വിൽ പോയിന്റ്സ് ടു എവരി എലമെൻറ്റ്സ് ഇൻ ദാറ്റ് അറേ. സോ യു ഹാവിങ് ദ അഡ്രസ് PTR പ്ലസ് 0, PTR പ്ലസ് 1, PTR പ്ലസ് 2. കാരണം ഓരോ ലൊക്കേഷൻ വരുമ്പോൾ ഇൻക്രിമെൻറ്റേഷൻ ബൈ 1 ആണ്. അതിൻ്റെ വാല്യൂ വേണമെങ്കിൽ യു ആർ യൂസിങ് ദാറ്റ് സ്റ്റാർ സിമ്പിൾ. അങ്ങനെയാണ് നമുക്ക് അതിലുള്ള വാല്യൂ കിട്ടുന്നത്. സോ ദിസ് ഈസ് ഹൗ എ പോയിന്റർ ഇസ് pointed to different locations of an array. Next, so that's all about pointers. Next we will study what is character array and strings. Character array, strings എന്ന് പറഞ്ഞാലും array with declared using the character data type, അതാണ് character array. Strings എന്ന് പറയുമ്പോൾ more than 1 or 2 character, കുറേ ക്യാരക്ടർ ഒരുമിക്കുമ്പോഴാണല്ലോ സ്ട്രിങ്സ് ആവുന്നത്. സോ അതാണ് characters and array in strings. So basically a one-dimensional array of character data type is called as a string.
ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് വരുന്നു, അത് 1 ഡയമെൻഷണൽ അറേ ആയിട്ട് അണ്ടർ ദ ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോഴാണ് ഇറ്റ് ഈസ് കോൾഡ് ആസ് സ്ട്രിങ്സ്. So when you are defining an array of characters, you can use that particular array to store the characters in the string. Here you can see a string that is defined char str of 20. So 20 ആണ് ആ ഒരു സ്ട്രിങ്ങിൻ്റെ സൈസ്. str എന്ന് പറയുന്ന സ്ട്രിങ്ങിൻ്റെ പേര്, ബിക്കോസ് ഇറ്റ് കംസ് അണ്ടർ ദ ക്യാരക്ടർ ഡാറ്റ ടൈപ്പ്. അതുപോലെ തന്നെ സ്ട്രിങ് ക്യാരക്ടറിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ കമ്പൈലർ ഈ സ്ട്രിങ് ക്യാരക്ടർ അസൈൻ ചെയ്യുമ്പോൾ ഏറ്റവും അവസാനം ഒരു നൾ ക്യാരക്ടർ സപ്ലൈ ചെയ്യും, ദാറ്റ് ഇസ് /0. സോ അത് നമുക്ക് സ്ട്രിങ്ങിൽ നമുക്ക് എന്ത് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുമ്പോഴും സ്ട്രിങ്ങിൻ്റെ അവസാനം എത്തിയോ എന്നറിയാൻ ഈ നൾ ക്യാരക്ടർ ഉണ്ടോ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്താൽ മതി. നൾ ക്യാരക്ടർ /0 വിച്ച് വിൽ ബി പ്രസൻറ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി സ്ട്രിങ്. സോ ഏതൊരു സ്ട്രിങ് നമ്മൾ ആ സ്ട്രിങ് അറേ ഡിക്ലെയർ ചെയ്യുമ്പോഴും there will be /0 at the end of the string. Next we can find out what are all the input functions for the string. So നമ്മൾ ഓൾറെഡി നമ്മൾ പ്രോഗ്രാമിങ്ങിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. cout എന്ന് പറയുന്നത് നമുക്ക് പ്രിൻ്റ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനും, cin എന്ന് പറയുന്നത് യൂസറിൻ്റെ അടുത്ത് നിന്ന് ഡീറ്റെയിൽസ് എടുത്തിട്ട് അത് മെമ്മറിയിലോട്ടേക്ക് അസൈൻ ചെയ്യാനുമാണ്. So here you have cin string variable എന്ന് പറയുമ്പോൾ it needs only the name of the string, not even the index. കാരണം നമ്മൾ ഓൾറെഡി നമ്മളിപ്പം cin of a, cin b എന്നൊക്കെ പറയുമ്പോൾ എൻ്റെയും ബീൻ്റെയും വാല്യൂ എടുക്കും. അതുപോലെ തന്നെ ഇവിടെ സ്ട്രിങ് വേരിയബിൾ എന്ന് പറയുമ്പം സ്ട്രിങ്ങും അത് റീഡ് ചെയ്യും. സോ cin as extraction will be terminated on encoding blank spaces, tabs, new line, etc. സോ cin എന്ന് പറയുമ്പം ഒരു നമ്മളിപ്പോൾ ഒരു സ്ട്രിങ് ഇന്ത്യ ഇസ് മൈ കൺട്രി അങ്ങനത്തെ സ്ട്രിങ് എടുക്കുവാണെങ്കിൽ ഇന്ത്യ കഴിഞ്ഞിട്ട് ഒരു ബ്ലാങ്ക് സ്പേസ് കഴിഞ്ഞിട്ടാണ് ഇസ് വരുന്നത്. സോ cin എന്ന് പറഞ്ഞ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ ആ ഇന്ത്യ മാത്രമേ എടുക്കൂ, അതിന് ശേഷമുള്ള ബ്ലാങ്ക് സ്പേസസും അങ്ങനെയൊക്കെ എടുക്കില്ല. സോ ആ സമയത്ത് അത് ബ്രേക്ക് ആവും. സോ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ വേറെ സ്ട്രിങ് ഫങ്ഷൻസ് യൂസ് ചെയ്യും. സോ cin ക്യാൻ ബി യൂസ് ഓൺലി വെൻ ദ ഇൻപുട്ട് ഇസ് എ സിംഗിൾ വേർഡ് ഓർ നോട്ട് എ ഫ്രേസ്. സോ ആ സമയത്ത് നമുക്ക് char text of 30 cin text എന്ന് പറയുമ്പം until it encounters a blank space, that particular text will be taken into the memory location. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗെറ്റ് ലൈൻ, ഗെറ്റ് അങ്ങനത്തെ ഫങ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. സോ ഗെറ്റ് ലൈൻ ഇസ് എൻ ഇൻപുട്ട് ഫങ്ഷൻ, ഗെറ്റ് ലൈൻ ഓഫ് cin, string വേരിയബിൾ. ഇത് നമുക്ക് ഇൻപുട്ട് എൻറ്റയർ ലൈൻ ഓഫ് സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഗെറ്റ് ലൈൻ ടേക്സ് എ സ്ട്രീം cin, ഇവിടെ cin അത് എടുക്കുന്നുണ്ട് ഫസ്റ്റ് ആർഗ്യുമെൻ്റ് ആയിട്ട്, അതുപോലെ തന്നെ സെക്കൻഡ് ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രിങ്ങും എടുക്കുന്നുണ്ട്. സോ ഈ ഗെറ്റ് ലൈൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എപ്പോഴാണ് ടെർമിനേറ്റ് ചെയ്യുന്നത്, നമ്മൾ എൻറ്റർ കീ അടിക്കുമ്പോൾ മാത്രമാണ്. സോ അതുകൊണ്ട് തന്നെ പുതിയ ലൈനും അതൊക്കെ അതിന് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ എപ്പോഴാണ് അത് ഒരു ലൈൻ കഴിഞ്ഞ് അടുത്ത ലൈനിലേക്ക് വരുന്നത് ആ സമയത്ത് ഇറ്റ് റീപ്ലേസസ് ദ /new line with the /0. that is a null character which is present in the end of the string. സോ അങ്ങനെയാണ് യു ക്യാൻ ടേക്ക് ക്യാരക്ടർ ടെക്സ്റ്റ് ഓഫ് 30, ഗെറ്റ് ലൈൻ cin ഓഫ് ടെക്സ്റ്റ്. സോ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ആ ടെക്സ്റ്റിലുള്ള എത്രയും ക്യാരക്ടേഴ്സ് ഈ ഗെറ്റ് ലൈൻ വെച്ചിട്ട് യു ക്യാൻ റീഡ് ഇൻ ടു ദ മെമ്മറി. നെക്സ്റ്റ് ഗെറ്റസ് ഉണ്ട്. ഗെറ്റസ് സ്ട്രിങ് പോലെ തന്നെയാണ്, നമ്മൾ കീബോർഡിൽ നിന്ന് സ്ട്രിങ് റിസീവ് ചെയ്തിട്ട് അത് നമുക്ക് എൻറ്റർ കീ അടിക്കുമ്പോൾ നമുക്കത് നിർത്താം. സോ ദിസ് ഇസ് ഓൾസോ കോൾഡ് ആസ് ലൈൻ ഇൻപുട്ട് ഓപ്പറേഷൻ. ഇതും അങ്ങനെ തന്നെയാണ്. പുതിയൊരു ലൈൻ കിട്ടുമ്പോൾ ഒരു ലൈൻ കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു ലൈൻ വരുമ്പം ആ ലൈനിൻ്റെ എൻഡിൽ ഒരു നൾ ക്യാരക്ടർ എടുക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡർ ഫയൽ എന്ന് പറയുന്നത് stdio.h ആണ്. സോ യു ക്യാൻ സീ ആൻ എക്സാമ്പിൾ ഓഫ് char text of 30 getters of text. ഇത് വെച്ച് ചെയ്യുന്ന പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ദെൻ യു ഹാവ് ഔട്ട്പുട്ട് ഫംഗ്ഷൻ ഫോർ സ്ട്രിങ്. അതുപോലെ തന്നെ cout ആണെങ്കിലും cout യു ക്യാൻ സീ ദിസ് എക്സാമ്പിൾ, cout വിത്ത് സ്ട്രിങ് വേരിയബിൾ. എന്താണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനുള്ളത്, ഇറ്റ് യൂസസ് ദ അറേ നെയിം വിത്തൗട്ട് ഇൻഡെക്സ്. സോ അതിന് പകരം നമുക്ക് puts യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് യൂസ് ടു ഡിസ്പ്ലേ എ വാല്യൂ ഓഫ് എ സ്ട്രിങ്. കാരണം coutനും അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. വേർഡ് ആണെങ്കിലും ഫ്രേസസ് ആണെങ്കിലും ബ്ലാങ്ക് സ്പേസ് വന്നാൽ അതിന് എൻകൗണ്ടർ ചെയ്യാൻ ഇഷ്യൂസ് ഉണ്ട്. സോ അതുകൊണ്ട് യു ക്യാൻ യൂസ് puts. സോ ഗെറ്റസ് വെച്ച് റീഡ് ചെയ്ത സ്ട്രിങ് യു ക്യാൻ ഡിസ്പ്ലേ യൂസിങ് puts. ദെൻ ദ C++ string. In C++ we can create strings with the help of a predefined class string. So string.h എന്ന് പറഞ്ഞൊരു ഹെഡർ ഫയൽ ഉണ്ട്. സോ അത് വെച്ചിട്ട് നമുക്ക് സ്ട്രിങ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ ഈ സ്ട്രിങ് എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ആണ്. ഈ ഒബ്ജക്റ്റ് എന്താണ്, ക്ലാസ് എന്താണെന്നൊക്കെ നിങ്ങൾ നെക്സ്റ്റ് അപ്കമിങ് മോഡ്യൂൾസിൽ പഠിക്കും.
For the time being, you just know that string.h is a header file. In that you can perform string operation. So ഒരു string variable declare ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ സൈസ് സ്പെസിഫൈ ചെയ്യാനോ അങ്ങനത്തെ ഒന്നും കാര്യങ്ങളൊന്നുമില്ല. സോ ഇവിടെ നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണാം. string.h ഹെഡർ ഫയൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ string name എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. name 1 തോമസ്, name 2 ജോൺ. സോ name 1 പ്ലസ് name 2 എന്ന് കൊടുക്കുമ്പം name 1 തോമസ്, name 2 ജോൺ എന്ന് പറയുമ്പോൾ തോമസ് ജോൺ എന്ന് വരും. നമ്മൾ നെയിം പ്രിൻറ്റ് ചെയ്യുമ്പോൾ. കാരണം എന്താ, ഇവിടെ നമ്മൾ സ്ട്രിങ് ആണ് നെയിം പറഞ്ഞ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. സോ നമ്മളൊരു കൺകാറ്റിനേഷൻ ഓപ്പറേഷൻ ആണ് നടന്നിട്ടുള്ളത്. ഈ പ്ലസ് എന്ന് പറയുമ്പം യൂഷ്വലി ആഡ് ചെയ്യുന്നതാണ്. ബട്ട് സ്ട്രിങ് ആയതുകൊണ്ട് വിൽ സേ ഇറ്റ് ഇസ് എ കൺകാറ്റിനേഷൻ ഓപ്പറേഷൻ. സോ അങ്ങനെയാണ് നെയിം 1 നെയിം 2 ആഡ് ചെയ്യുമ്പോൾ ഇറ്റ് കംസ് വിത്ത് തോമസ് ആൻഡ് ജോൺ. And you have an extra example. Here also name 1 is declared as Thomas, name 2 is declared as John. സോ ഇവിടെ നമ്മൾ ഒരു എക്സ്ട്രാ സ്പേസ് കൊടുത്തു ആഫ്റ്റർ തോമസ്. അതായത് നെയിം 1ൻ്റെ കൂടെ ഒരു എക്സ്ട്രാ സ്പേസ് ആഡ് ചെയ്യണം. അതാണ് നെയിം 1 പ്ലസ് ഈക്വൽ ടു, അതായത് നെയിം 1 ഈക്വൽ ടു നെയിം 1 പ്ലസ് ദാറ്റ് എക്സ്ട്രാ സിമ്പിൾ. അതുപോലെ തന്നെ ജോണിൻ്റെ കൂടെ ഇത് കണ്ടന്റ് ആഡ് ചെയ്യണം. സോ അങ്ങനെ ആഡ് ചെയ്തിട്ട് യു ക്യാൻ ഹാവ് ദാറ്റ് ഔട്ട്പുട്ട്. നെക്സ്റ്റ് യു ആർ ഹാവിങ് ദ സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻ. സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇത് കൺകാറ്റിനേഷൻ ആണ്. രണ്ട് സ്ട്രിങ്ങും തമ്മിൽ കമ്പൈൻ ചെയ്യാം. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തോമസ്, ഇതൊക്കെ സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസ് ആണ്. സോ str കാറ്റിൻ്റെ അകത്ത് ഈ നെയിം 1ഉം നെയിം 2ഉം ഒരുമിച്ച് ഇൻസേർട്ട് ചെയ്തിട്ട് പുട്ടസ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ കൺകാറ്റിനേറ്റഡ് സ്ട്രിങ്. ദെൻ യു ആർ കമ്പയറിങ് ടു സ്ട്രിങ് വിച്ച് ഇസ് യൂസ് ടു കമ്പയർ. ഇവിടെ റോമും റാമും കമ്പയർ ചെയ്യുന്നുണ്ട്. സോ സെയിം ആണെങ്കിൽ, അത് റോമും റാമും ഈക്വൽ ആണ്. റോമും റാമും സെയിം അല്ല, കമ്പയർ ചെയ്യുമ്പോൾ തെറ്റാണ്. സോ സെയിം ആണെങ്കിൽ 0 എന്ന് പറഞ്ഞ വാല്യൂ റിട്ടേൺ ചെയ്യും. പിന്നെ മാച്ചിങ് ആണ് അവർ നോക്കുക, അതായത് ന്യൂമറിക് ഡിഫറൻസ് എത്ര, ദെൻ നോൺ മാച്ചിങ് ക്യാരക്ടേഴ്സ് ഏതൊക്കെ, പിന്നെ ഓ ആൽഫബറ്റിക് ഓർഡറിൽ എ ആണ് ആദ്യം, എ കഴിഞ്ഞ ശേഷമാണ് ഓ വരുന്നത്. സോ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അതനുസരിച്ച് അത് വാല്യൂ റിട്ടേൺ ചെയ്യും. In the third function you have a string cpy, that is string copy. അതായത് ഒരു സ്ട്രിങ്ങിലുള്ള വാല്യൂ വേറെ സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യാം. നമ്മളൊരു അസൈൻമെൻറ്റ് ഓപ്പറേഷൻ ചെയ്യില്ല, അതുപോലെ തന്നെ. സോ യു ക്യാൻ സി എ സ്ട്രിങ് കോപ്പി പ്ലേസ് വർക്കല എന്ന് പറയുന്നത് പ്ലേസ് ഈക്വൽ ടു വർക്കല ഇങ്ങനെ എഴുതുന്നതിനനുസരിച്ചാണ്. സോ അതിൻ്റെ ഉള്ള വാല്യൂ അതിലോട്ടേക്ക് കോപ്പി ചെയ്യും. Then you have str length of string, that is you are finding the string length. സോ സ്ട്രിങ് ലെങ്ത് ഫൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ വരുന്ന ബ്ലാങ്ക് സ്പേസസ് ആയാലും എല്ലാം നമ്മൾ സ്ട്രിങ് ലെങ്ത്തിൽ കൗണ്ട് ചെയ്യും. ഇറ്റ് റിട്ടേൺസ് എ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ദ സ്ട്രിങ്. സോ ഇവിടെ പി ഈക്വൽ ടു സ്ട്രിങ് ലെങ്ത് ഓഫ് കൊല്ലം എന്ന് പറയുമ്പോൾ KOLLAM 6 ലെറ്റേഴ്സ് ഉണ്ട്. സോ 6 is initialized to P. ഇനി കൊല്ലം കഴിഞ്ഞിട്ട് സ്പേസ് ഉണ്ടെങ്കിൽ, അല്ല വേറെ എന്തെങ്കിലും സെൻറ്റൻസ് ആണെങ്കിൽ സെൻറ്റൻസ് കൗണ്ട് ചെയ്യുമ്പം സ്പേസും കൂടി കൗണ്ട് ചെയ്തിട്ടാണ് വാല്യൂയിൽ കൊടുക്കുക. Then you have string upper and string lower. അത് അപ്പർ കേസ് ലോവർ കേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ്. സോ this is the string handling functions. ഈ പോർഷൻ വെരി മച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. Then you can find two programs. First program is a C++ program to display a string entered by a user. അതായത് യൂസർ ഒരു സ്ട്രിങ് എൻ്റർ ചെയ്യാണ്. സോ ആ സ്ട്രിങ് നമുക്കത് ഡിസ്പ്ലേ ചെയ്യണം. So first of all, you are using IOStream as a header file. In the main function, you are declaring a character array, name is string, and it is having a size of 100. So enter a string നമ്മൾ ഇവിടെ റീഡ് ചെയ്തു. നെക്സ്റ്റ് ആ റീഡ് ചെയ്ത സ്ട്രിങ് നമ്മളിവിടെ പ്രിൻറ്റ് ചെയ്യുന്നതാണ് you entered str endl means end the line, അല്ലെങ്കിൽ സ്ലാഷ് എന്നും കൊടുക്കാം. Then you are entering another string. It is also inserted like C in string. Then you entered that particular string endl. സോ നമ്മൾ എന്താ കൊടുക്കുന്നത്, നമ്മൾ എൻ്റർ എ സ്ട്രിങ് C++. സോ യു എൻറ്റേർഡ് C++. എൻ്റർ അനദർ സ്ട്രിങ് പ്രോഗ്രാമിംഗ് ഇസ് ഫൺ. വാട്ട് യു എൻറ്റേർഡ് ഇസ് പ്രോഗ്രാമിംഗ്. സോ നമ്മൾ എൻ്റർ ചെയ്യുന്നു, അത് ജസ്റ്റ് റീഡ് ചെയ്തിട്ട് നമ്മളത് വീണ്ടും പ്രിൻറ്റ് ചെയ്യുന്നു. സോ ദിസ് ഇസ് സിമ്പിൾ പ്രോഗ്രാം യൂസിങ് സ്ട്രിങ്. നെക്സ്റ്റ് ഓൾസോ റീഡ് ആൻഡ് ഡിസ്പ്ലേ ആൻ എൻറ്റയർ ലൈൻ എൻറ്റേർഡ് ബൈ എ യൂസർ. യൂസർ എൻ്റർ ചെയ്യുന്ന ഒരു എൻറ്റയർ ലൈൻ നമുക്ക് റീഡ് ചെയ്യണം. So first of all, we give the header file, standard name space ഉണ്ട്. Then inside the main, we are creating a character array of 100 size. നമ്മൾ ഇവിടെ ഗെറ്റ് വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. ഗെറ്റസോ ഗെറ്റൊന്നും യൂസ് ചെയ്യാം, രണ്ടും നമുക്ക് സ്ട്രിങ് റീഡ് ചെയ്യാനാണ്. സോ ആ സമയത്ത് നമ്മളുടെ സിൻടാക്സ് എന്ന് പറയുന്നത് cin.get of str, 100. str is the string, 100 is the size of the string. എന്നിട്ട് അതിനുശേഷം നമ്മൾ ഇവിടെ സമയത്ത് നമുക്ക് നമ്മുടെ സ്ട്രിങ് എൻ്റർ ചെയ്യാം.
എന്നിട്ട് ആ സ്ട്രിങ് പ്രിൻറ്റ് ചെയ്യാണ്. സോ ദ ഔട്ട്പുട്ട് വിൽ ബി എൻ്റർ എ സ്ട്രിങ്. സോ യു ആർ എൻറ്ററിങ് സം സ്ട്രിങ്. പ്രോഗ്രാമിംഗ് ഇസ് ഫൺ. സോ ദ ഔട്ട്പുട്ട് ഇസ് യു എൻറ്റേർഡ് ഇസ് പ്രോഗ്രാമിംഗ് ഇസ് ഫൺ. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞതാണ് വരുന്നത്. നെക്സ്റ്റ് വി ക്യാൻ സ്റ്റഡി സ്ട്രീംസ് ഇൻ C++. സോ ഈ സ്ട്രീംസ് എന്ന് പറയുന്നത് സ്ട്രീം ഇസ് ബേസിക്കലി ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ബിറ്റ്വീൻ ദ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആൻഡ് ദ യൂസർ. സോ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള C++ ലൈബ്രറിയിലാണ് നമ്മൾ ഈ IO സ്ട്രീം ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ബേസിക്കലി എ സീക്വൻസ് ഓഫ് ഡാറ്റ ഇൻ ബൈറ്റ്സ്. സോ അതുകൊണ്ട് തന്നെ സോഴ്സ് സ്ട്രീമും ഉണ്ട്, ഡെസ്റ്റിനേഷൻ സ്ട്രീമും ഉണ്ട്. ഈ ഡാറ്റ എന്ന് പറയുന്നത് ഇൻപുട്ട് ഡിവൈസസ് നിന്ന് ആണ് നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് എ സോഴ്സ് സ്ട്രീം. And when the data is passed to the output device, then it is called as the destination stream. So input data എപ്പോഴും ഒരു പ്രോഗ്രാമിന് വേണം. So the source stream is also called as the input stream. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ഡാറ്റ സോഴ്സ് ഉണ്ട്. സോ ഡാറ്റ പോകുന്ന ഡാറ്റ സോഴ്സ് നിന്ന് പ്രോഗ്രാമിലോട്ടേക്കാണ്. സോ ദിസ് ഫ്ലോ ഓഫ് ഡയറക്ഷൻ ഇറ്റ് ഈസ് കോൾഡ് ആസ് ദി സ്ട്രീം വിച്ച് ആക്ട് ആസ് ആൻ ഇൻ്റർമീഡിയറ്റ് ബിറ്റ്വീൻ ദ ഇൻപുട്ട് ഡിവൈസസ് ആൻഡ് ദി യൂസർ. So destination stream is also called as the output stream because it collects the output data and displays it. And here also you can see a figure. From program it goes to directly to the data source, that is the output stream. So ആദ്യം കാണിച്ച ഫിഗർ ഇൻപുട്ട് സ്ട്രീം, ഇപ്പോൾ ഈ കാണുന്ന ഫിഗർ ഔട്ട്പുട്ട് സ്ട്രീം ആണ്. സോ അത്രയേ ഉള്ളൂ ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട് സ്ട്രീം. നൗ വി ക്യാൻ ഫൈൻഡ് വാട്ട് ഈസ് unformatted stream, unformatted console IO operation, and what is unformatted stream IO operation. സോ ഇതിൽ വരുന്ന IO ഓപ്പറേഷനിൽ തന്നെ കൺസോളും വരുന്നുണ്ട്, സ്ട്രീമും വരുന്നുണ്ട്. രണ്ടും അൺഫോമാറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. സോ നമുക്ക് വരുന്ന IO ഓപ്പറേഷൻസിൽ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം നമ്മളൊരു ഡാറ്റ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ വേണ്ടിയിട്ടാണ് വി ആർ യൂസിങ് ദാറ്റ് IO ഫംഗ്ഷൻ. നമ്മൾ ഹെഡർ ഫയൽസ് യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിലൊക്കെ ബേസിക്കായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് സ്ട്രിങ് പ്രിൻറ്റ് ചെയ്യാനാണെങ്കിലും ക്യാരക്ടർ പ്രിൻറ്റ് ചെയ്യാനാണെങ്കിലും അപ്പോൾ വി ആർ യൂസിങ് ദാറ്റ് ഫംഗ്ഷൻ, ദാറ്റ് ഇസ് ദ കൺസോൾ IO ഫംഗ്ഷൻ വിച്ച് ഇസ് എ സിംഗിൾ ക്യാരക്ടർ ഫംഗ്ഷൻ, സ്ട്രിങ് ഫംഗ്ഷൻസ് അങ്ങനെയൊക്കെ. സോ അതിൽ വരുന്നതാണ് ഗെറ്റ് കാർ, പുട്ട് കാർ, ഗെറ്റ് എസ്, പുട്ട് എസ്. സോ ഇതൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹെഡർ ഫയൽസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ആൻഡ് ദാറ്റ് ഹെഡർ ഫയൽ ഇസ് കോൾഡ് ആസ് ദി stdio.h. സോ സിംഗിൾ ക്യാരക്ടർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗെറ്റ് കെയർ, അതായത് നമുക്ക് ഒരൊറ്റ ക്യാരക്ടർ യൂസറിൻ്റെ അടുത്തുനിന്ന് റീഡ് ചെയ്യാനാണ് വി ആർ യൂസിങ് ഗെറ്റ് കെയർ, റീഡിങ് ഫ്രം ദ കീബോർഡ്. ആൻഡ് പുട്ട് കാർ എന്ന് പറയുന്ന ആ റീഡ് ചെയ്ത കാര്യം നമുക്ക് സ്ക്രീനിലേക്ക് പ്രിൻറ്റ് ചെയ്യാനാണ് വി ആർ യൂസിങ് പുട്ട് കെയർ. ഹിയർ യു ക്യാൻ സീ ആൻ എക്സാമ്പിൾ, ക്യാരക്ടർ സി ഈക്വൽ ടു ഗെറ്റ് കെയർ. സോ ഒരൊറ്റ സിംഗിൾ ക്യാരക്ടർ യൂസറിൻ്റെ അടുത്തുനിന്ന് റീഡ് ചെയ്തിട്ട് ഇറ്റ് ഇസ് സ്റ്റോർഡ് ഇൻ C. ആൻഡ് പുട്ട് കെയർ എന്ന് പറയുമ്പം അത് ഡിസ്പ്ലേ ചെയ്യും. നെക്സ്റ്റ് യു ഹാവ് സ്ട്രിങ് ഫംഗ്ഷൻ ദാറ്റ് ഇസ് ഗെറ്റസ് ആൻഡ് പുട്ടസ്, അതായത് യൂസറിൻ്റെ അടുത്ത് നിന്ന് സ്ട്രിങ് റീഡ് ചെയ്യുന്നു. പുട്ടസ് എന്ന് പറയുമ്പം റീഡ് ചെയ്ത സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യുന്നു. സിമ്പിൾ ആസ് ഇറ്റ് ഈസ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. എന്തും റീഡ് ഓപ്പറേഷനും ദെൻ ഡിസ്പ്ലേ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് ഈ ഗെറ്റും പുട്ടും മെയിൻലി യൂസ് ചെയ്യുന്നത്. അത് ക്യാരക്ടർ വരുമ്പം ഗെറ്റ് കെയറും പുട്ട് കെയർ ആവുന്നു, അത് സ്ട്രിങ്ങിൻ്റെ കേസിൽ വരുമ്പം ഗെറ്റസും പുട്ടസും ആവുന്നു. So this is how you can get a string. Char name of 21 is the size of the name array and getters is the name, putters name എന്ന് പറയുമ്പം അത് printing. So this is the unformatted console IO functions or operation. This is also important. Next you can study the unformatted stream IO operation. Unformatted stream IO operation എന്ന് പറയുന്നത് നമ്മുടെ സാധാരണയായിട്ടുള്ള ഈ സാധാരണ സിംഗിൾ കാര്യങ്ങൾ മാത്രം, നമുക്ക് അതിൽ ഗെറ്റ്, പുട്ട്, ഗെറ്റ് ലൈൻ, റൈറ്റ് അതൊക്കെ വരും. ഇതൊക്കെ IOstream.h എന്ന് പറഞ്ഞ ഹെഡർ ഫയലിലാണ് വരുന്നത്. ഗെറ്റ് സോ ഗെറ്റ് ആൻഡ് പുട്ട് അത് സിംഗിൾ ക്യാരക്ടർ ഫംഗ്ഷൻ ആൻഡ് ഗെറ്റ് ലൈനും റൈറ്റും അതുപോലെ തന്നെയാണ്. എല്ലാം സിംഗിൾ ക്യാരക്ടർ ഫങ്ഷൻസ് ആണ് മെൻഷൻ ചെയ്യുന്നത്. സോ ഗെറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു സിംഗിൾ ക്യാരക്ടർ ഫെച്ച് ചെയ്യാനും ആൻഡ് ഇറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ എ ക്യാരക്ടർ വേരിയബിൾ. Get is basically a member function of input output class and it is also involved with the IOstream.h header file. പിന്നെ നമുക്ക് CIN ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഗെറ്റ് യൂസ് ചെയ്യാം, അതുപോലെ COUട്ടിന് പകരം യൂസ് ചെയ്യാം നമുക്ക് പുട്ട് യൂസ് ചെയ്യാം. യു ക്യാൻ സീ എൻ എക്സാമ്പിൾ ഹിയർ, char CIN.get of C. സോ C എന്ന് പറഞ്ഞ ക്യാരക്ടർ നമ്മൾ യൂസറിൻ്റെ അടുത്ത് നിന്ന് റീഡ് ചെയ്യാണ്. അതുപോലെ തന്നെ പുട്ട് is also an output function which is similar to that of cout. It is used to print
or output a character at a time. So there also you can have an example, cout dot put c എന്ന് പറയുമ്പോൾ സിയിലേക്ക് എന്ത് ക്യാരക്ടർ സ്റ്റോർ ചെയ്തിട്ടില്ല അത് പ്രിന്റ് ചെയ്യും. You can see one example, two header files are given, iostream.h, conio.h. conio.h എന്ന് പറയുമ്പോൾ നമുക്ക് ആ സ്ട്രീം, അതായത് കൺസോൾ io.h ആണ് അതിൻ്റെ ഫുൾ ഫോം. അത് നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ആ സ്ക്രീൻ നമുക്ക് നിൽക്കണമെങ്കിൽ അതിൽ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആക്ടിവിറ്റീസ് ഒക്കെ സ്റ്റോർ ആവണമെങ്കിൽ അങ്ങനത്തെയൊക്കെയാണ് ഈ കൺസോൾ io.h എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. സോ അണ്ടർ ദ മെയിൻ void main you are declaring a character ch, and then you are entering a character, that is cout enter a character. That time you are reading that character cin.get of ch. സോ ഗെറ്റ് വെച്ച് നമ്മൾ ആ ക്യാരക്ടർ റീഡ് ചെയ്തു, എന്നിട്ട് പുട്ട് വെച്ച് നമ്മൾ ആ ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്തു. ഗെറ്റ് സി എച്ച് എന്ന് പറഞ്ഞാൽ ആ സ്ക്രീൻ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനാണ്. സോ ഈ സമയത്ത് നമ്മൾ എന്ത് ക്യാരക്ടറാണ് എൻ്റർ ചെയ്തത് അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. സോ ദിസ് ഈസ് എ പ്രോഗ്രാം. ആൻഡ് ദെൻ യു ഹാവ് ദ string function. Then you have the string function. String functions are getLine and write. getLine write ഉണ്ട്. getLine എന്ന് പറയുന്നത് നമുക്കൊരു എൻറ്റയർ ലൈൻ റീഡ് ചെയ്യാൻ. നേരത്തെ നമ്മൾ getLine വെച്ചൊരു പ്രോഗ്രാം എക്സാമ്പിൾ നോക്കിയിരുന്നു. ഒരു എൻറ്റയർ ലൈൻ റീഡ് ചെയ്യാനാണ്. അതുപോലെ തന്നെ ജസ്റ്റ് എക്സ്പ്ലനേഷൻസ് ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. /0 ലാസ്റ്റ് അപ്പൻഡ് ചെയ്യും. അതുപോലെ തന്നെ cin വെച്ചിട്ടാണ് അത് ഫുള്ളി റീഡ് ചെയ്യുന്നത്. ദെൻ റൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് അത് ഔട്ട്പുട്ട് ചെയ്യാം. സോ നിങ്ങൾക്ക് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും കുറേ സ്ട്രിങ് ഫങ്ഷൻസ് ഉണ്ട്. ഗെറ്റ് കാർ, ഗെറ്റ് ഗെറ്റ്, ഗെറ്റ് ലൈൻ, അതൊക്കെ നിങ്ങൾക്ക് സ്ട്രിങ്. അപ്പോൾ ഓരോന്നിനും ഓരോ തരത്തിലാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. സോ നിങ്ങൾ ആ പ്രോഗ്രാമിൽ എന്താണ് നിങ്ങൾക്ക് ഇൻപുട്ട് റീഡ് ചെയ്യേണ്ടത് അതനുസരിച്ച് നിങ്ങളിത് യൂസ് ചെയ്താൽ മതി. റൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനാണ്. അത് cout പോലെ തന്നെയാണ്. ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എടുത്തിട്ട് ബാക്കി സ്ട്രിങ്ങിൻ്റെ വേരിയബിൾ സെക്കൻഡ് ആർഗ്യുമെൻ്റ് എടുക്കും. യു ക്യാൻ സീ റൈറ്റ് cout ഓഫ് ടെക്സ്റ്റ്. സോ ഇത്രയാണ് അറേസിലും സ്ട്രിങ് ഫങ്ഷൻസിലും കൺസോൾ io ഓപ്പറേഷൻസ്, അൺഫോർമാറ്റഡ് കൺസോൾ io ഓപ്പറേഷൻ, അതൊക്കെയാണ് ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പ്രോഗ്രാംസും ബാക്കിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നോക്കും. That's all for now. Thank you.